അലാം അടിച്ചിട്ടും കോഴിക്കോട് റെയിൽവേയുടെ 4-ാം ഗേറ്റിൽ വാഹനങ്ങൾ നിർത്താത്തതിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് സൗത്ത് ട്രാഫിക് ACP AJ ജോൺസൺ 24നോട്. അലാം അടിച്ച ശേഷം 4-ാം ഗേറ്റിലൂടെ കടന്നുപോയ വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കും. ദൃശ്യങ്ങൾ പരിശോധിച്ച് ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകുമെന്നും AJ ജോൺസൺ പറഞ്ഞു. 24 വാർത്തയിലാണ് ഇടപെടൽ. പ്രബുദ്ധമായ കേരളത്തിൽ ഇത്രയും തിരിച്ചറിവില്ലാത്ത ഒരു പ്രവൃത്തി ഡ്രൈവേഴ്സ് കാണിക്കുന്നത് അതീവ ഗൗരവമായിട്ട് നമ്മൾ കാണുന്നത്. അത്തരം വണ്ടികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ഇത്തരം വാഹനങ്ങളുടെ ലൈസൻസ് പോകത്തക്ക രീതിയിലുള്ള നടപടികൾ, അവർ ചെയ്യുന്ന തെറ്റിൻ്റെ ഗൗരവം പൂർണ്ണമായും അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇത് ആവർത്തിക്കാതിരിക്കാൻ പോലീസ് പരമാവധി ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഇത്തരം ഒഫൻഡേഴ്സിൻ്റെ ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നു കഴിഞ്ഞാൽ അത് ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട്, വീഡിയോ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ മഫ്റ്റിയിലുള്ള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എടുത്ത് ശക്തമായ നടപടി ഇക്കാര്യത്തിലുണ്ടാവും. സമീർ C. മുഹമ്മദാണ്. സമീർ, എന്താണ് സ്വന്തം ജീവൻ അല്ലെങ്കിൽ വാഹനത്തിലിരിക്കുന്നവരുടെ ജീവനൊക്കെ പുല്ലുവില കൊടുത്ത് അലാം കേട്ടിട്ടും റെയിൽവേ ട്രാക്കിൽ കൂടെ അങ്ങ് പോകുന്നവരാണെങ്കിൽ അവർക്ക് വണ്ടി ഓടിക്കാനുള്ള അർഹതയില്ല. നല്ല തീരുമാനമാണത് സമീർ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഹാഷ്മി. കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ഏറെ തിരക്കേറിയ ഒരു ഭാഗമാണ് കോഴിക്കോട് റെയിൽവേയിലെ 4-ാം ഗേറ്റ്. ആ ഭാഗത്താണ് അലാം അടിഞ്ഞ ശേഷവും വാഹനങ്ങളുമായി യാത്രക്കാർ മുന്നോട്ട് പോയത്. ആ വേളയിൽ അവിടെയുള്ള ഗേറ്റ് കീപ്പർ അവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഗേറ്റ് അടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ആ വേളയിലൊന്നും തന്നെ ഗേറ്റ് അടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ വാഹനങ്ങൾ അലാം അടിഞ്ഞ ശേഷവും ട്രാക്കിലേക്ക് കടന്നു വന്ന സാഹചര്യമായിരുന്നു. അതിനൊടുവിൽ അദ്ദേഹം പിന്നീട് ട്രാക്കിലേക്ക് വരികയും ആ ഉദ്യോഗസ്ഥൻ ഈ വാഹനങ്ങളെല്ലാം തടഞ്ഞു നിർത്തിയ ശേഷമാണ് ഗേറ്റ് അടച്ചത്. ആ ഗേറ്റ് അടച്ച് തൊട്ടുപിറകെ ആയിക്കൊണ്ട് ഒരു എഞ്ചിൻ കടന്നു പോകുന്നുമുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് അത്തരമൊരു സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ അപകടം വരുത്തുന്ന വിധത്തിലാണ് ഡ്രൈവർമാരുടെ അശ്രദ്ധമായ ഇത്തരമൊരു യാത്ര. സ്വന്തം ജീവൻ, അതുപോലെ തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ അവിടെ ഉണ്ടാകുന്ന മറ്റ് യാത്രക്കാരുടെയൊക്കെ ജീവൻ ബലി നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സൗത്ത് ട്രാഫിക് ACPയുടെ ഇടപെടൽ വന്നിരിക്കുന്നത്. ഇത്തരക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും, പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന് തുടർ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകും എന്ന കാര്യവും ട്രാഫിക് ACP AJ ജോൺസൺ വ്യക്തമാക്കുന്നുണ്ട്. 24 ന്യൂസ് കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത നൽകിയത്. ആ വാർത്തയിലാണ് ഇപ്പോൾ പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്, ട്രാഫിക് ACPയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, സമീർ C. മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അത്രയ്ക്കങ്ങ് തിരക്കുള്ളവർ വണ്ടി ഓടിക്കണ്ട എന്ന് പോലീസ് പറയുകയാണ്. ആ തീരുമാനത്തിന് ഐക്യദാർഢ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.